ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ. നമ്മളിന്ന് പുതിയൊരു വീഡിയോയാണ്. അപ്പോൾ എനിക്ക് അപ്പുറത്തെ വീട്ടുകാർ കപ്പളങ്ങ പറിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം തന്നു. അപ്പം നമുക്ക് അതുകൊണ്ടൊരു അച്ചാർ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തൊലിയൊക്കെ ചെത്തി അരിഞ്ഞ് ചെറിയ പീസസാക്കി അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ തരം പീസാണ് ആക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചക്ര മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വരിക്കാരായി മാറിക്കഴിയും, തികച്ചും സൗജന്യമായിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് കുറച്ച് കുടംപുളിയുടെ സത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ചീൻചട്ടിയിൽ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അച്ചാറിന് വീട്ടാവശ്യത്തിന് എടുക്കുമ്പോൾ ഒരിക്കലും വിനാഗിരി ഉപയോഗിക്കാറില്ല. അതെനിക്ക് അലർജി ഉണ്ടാക്കും ഈ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ച് കുടംപുളിയുടെ സത്തെടുത്താണ് ഞാൻ അച്ചാർ സാധാരണ വെക്കാറുള്ളത്. അപ്പോൾ നമുക്കത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അത് പുകച്ചെടുക്കുന്നുണ്ട്, അതിൽ പുകയൊക്കെ ഉണ്ട്. അതൊന്ന് പോകാൻ വേണ്ടി കുടംപുളി ശരിക്കും കഴുകിയിട്ട് ഒന്ന് പിച്ചിടാം. ഒക്കെ ഒരു കയ്യിൽ വീഡിയോ പിടിക്കുന്നുണ്ട്, ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കതുകൊണ്ടൊരു പെർഫെക്ഷൻ കാണുമ്പോൾ തോന്നത്തില്ല. നമുക്ക് ആ വെള്ളത്തിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. അത് തിളച്ച് അതിൻ്റെ സത്തിറങ്ങി കഴിയുമ്പോൾ അതെടുത്ത് നമുക്കിതിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇരിഞ്ഞാലക്കുടക്കാർ ഇതിന് കപ്പങ്ങ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇടുക്കിക്കാർ കപ്പളങ്ങ എന്ന് പറയും. ഒരുപാട് പേരുള്ള ഒരു ഫ്രൂട്ടാണ് കപ്പളങ്ങ എന്ന് പറയുന്നത്. പപ്പായ, ഓമയ്ക്ക, കപ്പളങ്ങ, കപ്പങ്ങ, ഇങ്ങനെയൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന സംഭവം ഒന്ന് തന്നെ. ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊളിച്ചെടുക്കണം. ഞാനവിടെ ഫോൺ മാറ്റി വെച്ചിട്ടൊന്ന് പൊളിച്ചെടുക്കട്ടെ. എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതേ പുളി തിളച്ചിട്ടുണ്ട്, അതിൻ്റെ സത്തിറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പറ്റിപ്പോകാതെ നമുക്ക് കുറച്ച് ചാറും കൂടെ ആകുമല്ലോ ഇതാകുമ്പം. അച്ചാറിന് ചാറിൻ്റെ ആവശ്യമില്ല, എന്നാലും എണ്ണയാണ് വേണ്ടത് ചാറിന് പകരം. അപ്പോൾ അത് ഒഴിച്ച് വെച്ചു. ആ പുളി കൂടി നമുക്ക് അതിൽ തന്നെ ഇടാം. ഉള്ള സത്തും കൂടെ കുറച്ച് നേരം കൂടെ ഇറങ്ങട്ടെ. ഞാൻ ചീൻചട്ടി വെച്ചിട്ടുണ്ട്, അത് മൂത്തിട്ടുണ്ട്. അതിൽ അച്ചാറിന് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒരു നല്ലോണം കൂടുതൽ വേണം അച്ചാറിനെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. പപ്പായയുടെ ഗുണഗണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വർണ്ണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ എണ്ണ മൂത്തപ്പോൾ ഞാൻ അതിനകത്ത് കടുക് ഇട്ടായിരുന്നു, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ഇട്ടായിരുന്നു. അതിന് ശേഷമാണ് കപ്പളങ്ങ ഇട്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിടിച്ചത് കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇട്ടു എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ അതിലിട്ടതൊക്കെ ഒന്ന് കോരി നിങ്ങളെ കാണിക്കാൻ ട്രൈ ചെയ്യുകയാണ്. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. പച്ചമുളക് കാണിക്കാനാണ് കോരുന്നത്. പച്ചമുളകൊക്കെ മൂക്കാൻ തുടങ്ങി. ഇനി വെളുത്തുള്ളി കോരുകയാണ്. കിട്ടുന്നില്ല, കയറുന്നില്ല. വെളുത്തുള്ളി ഇപ്പം കിട്ടും. ഇതേ കണ്ടോ, വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത വീട്ടിൽ ഇവിടെയൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നായ്ക്കളുണ്ട്, പട്ടികൾ. അവരുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉലുവ ഇടാം. ഉലുവ നമ്മൾ ആ എണ്ണ മൂത്ത് വരുമ്പോൾ അതിലിടേണ്ടതായിരുന്നു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാൻ മറന്നുപോയി. ഇനി ഇട്ടാലും മതി. ഇനിയിപ്പോൾ കപ്പളങ്ങയുടെയൊക്കെ കൂട്ടത്തിൽ കിടന്ന് മൂത്ത് വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ പാകത്തിനിടാം. ഉപ്പ് നമ്മൾ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടേക്കണം, കാരണം പുളിയും കൂടെ ഒഴിക്കുമ്പോൾ അത് പാകത്തിന് ആയിക്കോളും. അച്ചാറിനൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് മൂത്ത് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ആ തവി കൊണ്ടൊന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കപ്പളങ്ങ. അപ്പോൾ ആ കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തു. അതുകൂടി ഇതിൻ്റെ ഒപ്പം കിടന്ന് മൂത്തതിലെ വെള്ളമൊക്കെ വറ്റട്ടെ. ഇനി മുളക് പൊടി ഇടാം. വെന്തിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ടെല്ലാം. കപ്പളങ്ങായും വെന്തു. മുളക് പൊടി ഇടുവാണേ. ഈ മുളക് പൊടിക്ക് കളറ് കുറവാണ്, നല്ല എരിയുണ്ട്. അതുകൊണ്ട് ഒരുപാട് എരി അച്ചാറിന് വേണ്ട, നമുക്ക് കുറച്ച് ഇരുന്നതി വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട്. അതുകൊണ്ട് കളറ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ട് ഒത്തിരി കളറ് തോന്നിക്കത്തില്ല. പിന്നെ വീഡിയോയിൽ പൊതുവേ കളറ് കുറവാണ്. നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ വെളുത്തിരിക്കുന്ന പോലെ തോന്നും, പക്ഷെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കായപ്പൊടി ഇടാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കായപ്പൊടി ഒക്കെ ഒരു മണവും ഗുണമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് എത്ര ഇട്ടാലും പ്രശ്നമില്ല. കുറേ തട്ടി ഇട്ടു, എന്നിട്ട് അതിൻ്റെ മണമൊന്നുമില്ല. ഇനി നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കാം, ഇളക്കി പിടിപ്പിക്കാം.
ബാലൻസ് ചെയ്താണ് ഇളക്കുന്നത്. ഒരു കൈ കൊണ്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഒരു കൈ കൊണ്ടുള്ള ഇളക്കല. മറിഞ്ഞു പോയാലോ എന്ന് ഓർത്താൽ പതുക്കെ ഇളക്കുന്നത്. അപ്പോൾ എല്ലാ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി 1-2 സംഭവം കൂടെ ഇടാനുള്ളൂ. അപ്പോൾ അച്ചാർ റെഡിയാവും. ഇനി കുറച്ച് കടുക് പരിപ്പാണ് ഇടുന്നത്. ഇനി കുറച്ച് അയമോദകം ഇടാം. അത് പിന്നെ കരിഞ്ജീരകം ഉള്ളവരതും ഇടാം കേട്ടോ. ഇത് അയമോദകമാണ്. കരിഞ്ജീരകം എനിക്ക് ഇല്ലായിരുന്നു, തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ അയമോദകം മാത്രമേ ഇട്ടുള്ളൂ. നല്ല മാങ്ങാച്ചാർ പോലിരിക്കും പുളിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ. നമുക്ക് ആ പുളിയുടെ സത്ത് ഒഴിച്ച് കൊടുക്കാം, കുടംപുളിയുടെ. ഇത് നല്ലോണം ഇളക്കി ചേർക്കാം. നല്ലോണം ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചേർന്ന് പിടിച്ചു. പുളിപ്പൊക്കെ അതിൽ എണ്ണ തെളിഞ്ഞുകൊണ്ടില്ലേ. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഒരുപാട് തിളപ്പിക്കണ്ട, എണ്ണ തിളയ്ക്കുന്നുണ്ട്. പുളിവെള്ളമൊക്കെ അങ്ങ് വറ്റി കിട്ടി. അപ്പോൾ നിങ്ങളിത് വെച്ച് നോക്കണം. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോയിൽ കാണാം.